തെണ്ടി, ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ നീ എന്നെ പിടിച്ചു വലിച്ച് എങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്? എന്താ സത്യം പറ മോനെ, നീ അവളെ അടിച്ചുകൊണ്ട് വന്നത് വല്ലതും ആണോ? നിനക്കറിയാലോ, വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ ആമീനെ വളച്ചത്. ഇനിയും ജീവിച്ച് ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. അടി വല്ലതും പുറകെ വന്നാൽ ഞാൻ ഇറങ്ങി ഓടും. ഇതും കേട്ട് ധ്രുവ് ഉറക്കെ ചിരിച്ചു. എബി, തെണ്ടി നിന്ന് കൊലച്ചിരിച്ചിരിക്കുന്നു എബിയുടെ രോദനം. ഡാ എബി, നീ വിഷമിക്കേണ്ട. ഞാനൊരു 2 ഡേയ്സ് അവളെ ഇവിടെ നിൽക്കാൻ കൊണ്ടുവന്നതാ. 2 ഡേയ്സ് കഴിയുമ്പോൾ അവളിവിടെ നിന്ന് പോകും. അതും പറഞ്ഞ് ധ്രുവ് എബിയുടെ മുഖത്തേക്ക് നോക്കി. എബി, എൻ്റെ കർത്താവേ സ്തോത്രം എന്നും പറഞ്ഞ് നെഞ്ചൊന്നൊഴിഞ്ഞു. അത് കണ്ട് ധ്രുവ് അവനെ അടിമുടിയെന്ന് നോക്കി. എന്തോന്നടേ ഇത് എന്നുള്ള എക്സ്പ്രഷൻ ഇട്ടു. അതിനെ എബി ഒരു എളി പാസ്സാക്കി. അപ്പോൾ മോൻ്റെ ഉദ്ദേശം എന്താ ഇങ്ങോട്ടുള്ള വരവിൻ്റെ? ചേതോദയം ധ്രുവിൻ്റെ ചോദ്യം കേട്ടതും എബി നിഷ്കുവായിരുന്നു. എന്നിട്ട് ധ്രുവിനോടായി പറഞ്ഞു, ഡാ, നിനക്ക് ഓർമ്മയുണ്ടോ നീ വിളിച്ച ദിവസം? അന്ന് ഞാൻ ഉറക്കിയെന്ന് ചിരിച്ചു. അതിന് പപ്പ എന്നെ ഓഫീസിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിച്ചു. എന്നിട്ടേ ഒടുക്കത്തെ ഒരു ഡയലോഗ്, ഇത് നിനക്ക് കളിക്കാനുള്ള സ്ഥലമല്ല എന്ന്. ധ്രുവ് വൈറലായി കൈവച്ചു. പ്ലീസ് ഡാ, ഇനി ചിരിക്കാൻ വയ്യ. എബി ചുണ്ടു പിളർത്തി കുട്ടികളുടെ എക്സ്പ്രഷൻ ഇട്ടു. ധ്രുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഓക്കെ, അപ്പം മോൻ ഇനി കുറച്ച് നാൾ എൻ്റെ കൂടെ കാണുമെന്ന്. നിൻ്റെ പപ്പയ്ക്ക് ബുദ്ധിയുണ്ട്. അതും പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് കയറി. ധ്രുവ് ഫ്രഷായി തിരികെ വന്നപ്പോൾ എബി ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. ഡാ, വാ ഫുഡ് കഴിക്കാൻ പോകാം. ധ്രുവ്, ഒരു 5 മിനിറ്റ്, എബി മറുപടി പറഞ്ഞു. ആമിയാണോ? ഞാൻ തിരക്കിയെന്ന് പറ. അതും പറഞ്ഞ് ധ്രുവ് താഴേക്ക് പോയി. വൈകയെ വിളിക്കാൻ ചെന്നു. വൈക അവിടെയെങ്ങും ഇല്ലായിരുന്നു. അപ്പോഴാണ് കിച്ചണിൻ്റെ ഭാഗത്തു നിന്നും ഒരു പൊട്ടിച്ചിരി കേൾക്കുന്നത്. ധ്രുവ് അവിടേക്ക് നടന്നു. മത്തായിച്ചൻ്റെ കോമഡി കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് തൻ്റെ പെണ്ണ്. നൈറ്റ് ഡ്രസ്സാണ് വേഷം. ഒരു ബനിയൻ ടൈപ്പ് പാൻറ്റും ഷർട്ടുമാണ് വേഷം. അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്തോ പറഞ്ഞ് തിരിഞ്ഞ വൈക കാണുന്നത് അവളെ തന്നെ ഇമച്ചിമ്പാതെ നോക്കി നിൽക്കുന്ന ധ്രുവിനെയാണ്. അവൾക്ക് ഒരു വിറയൽ അനുഭവപ്പെട്ടു. അത് മനസ്സിലാക്കിയതും അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ വരില്ല എന്ന് തല ചലിപ്പിച്ചു. നേരെ ഇരുന്നു. ധ്രുവ് നടന്ന് കിച്ചൺ ടോപ്പിൻ്റെ ഇരുവശത്തുമായി കൈകുത്തി നിന്നു. എന്നിട്ട് അവളെ ഒന്ന് നോക്കി. അവൾ മുഖം വെട്ടിച്ചു മാറ്റി. അത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ഒരടി വെച്ചതും മത്തായിച്ചൻ തിരിഞ്ഞു നോക്കിയത് ഒരുമിച്ചായിരുന്നു. അയ്യോ കുഞ്ഞ് ഇങ്ങോട്ട് വന്നോ? അവിടെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ എന്നും പറഞ്ഞ് മത്തായിച്ചൻ ഓരോ കറികൾ ഉള്ള ബൗളുമായി ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു. അപ്പോൾ ധ്രുവ് അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ ചെവിയിലായി പറഞ്ഞു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് അവൻ അവളുമായി ഡൈനിങ് ഏരിയയിലേക്ക് പോയി. ധ്രുവ് ഇരുന്നു. അവൻ്റെ അടുത്തായി ഇരിക്കാൻ വന്ന വൈകയെ എബി മാറ്റിയിരുത്തി. എന്നിട്ട് രണ്ടാളുടെ നടുവിലായി കയറിയിരുന്നു. ധ്രുവ് പല്ല് കടിച്ചു എബിയൊന്ന് നോക്കി. നോക്കണ്ട മോനെ, കഴിക്കാൻ നോക്ക്, കഴിക്ക്. അത് പറഞ്ഞ് എബി ഫുഡടി തുടങ്ങി. പൊട്ടി വന്ന ചിരി മറച്ചു പിടിച്ച് വൈക അങ്ങനെ ഇരുന്നു. എന്നാൽ നമ്മുടെ ചെക്കൻ അത് നല്ല വ്യക്തമായി കണ്ടു. അപ്പോഴുള്ള ധ്രുവിൻ്റെ നോട്ടത്തിന് മുന്നിൽ വൈക ഒന്ന് ഉമിനീരിറക്കിപ്പോയി. ഫുഡ് കഴിച്ചു കഴിഞ്ഞതും വെറുതെ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാണ് ധ്രുവ്. അപ്പോഴാണ് പീറ്റർ ധ്രുവിൻ്റെ അടുത്തേക്ക് വന്നത്. സാർ എന്ന് വിളിച്ചു. ധ്രുവ് തിരിഞ്ഞു നോക്കി. അപ്പോൾ പീറ്റർ വൈഭവിനെ പറ്റി അറിഞ്ഞ കാര്യങ്ങളെല്ലാം ധ്രുവിനോടായി പറഞ്ഞു. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചു. ഓക്കെ പീറ്റർ, ഗുഡ് ജോബ്, താങ്ക് യു. അതും പറഞ്ഞ് ധ്രുവ് മുന്നിലേക്ക് നടന്നു. ഇപ്പോൾ പീറ്ററിൻ്റെ റൂമിൽ പീറ്റർ കഴിച്ച പാത്രങ്ങൾ എടുക്കാൻ വന്നതാണ് മത്തായി. അപ്പോൾ മത്തായിയോട് പീറ്റർ ചോദിച്ചു, ഡോ ആ കുട്ടി എവിടെ? അത് ചോദിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ ആരെയോ മിസ് ചെയ്യുന്നത് പോലെ പീറ്ററിന് തോന്നി തുടങ്ങി. പെട്ടെന്ന് മത്തായി പറഞ്ഞു, അതെന്തിനാ പീറ്റർ ചോദിക്കുന്നതെന്ന്. പെട്ടെന്ന് പീറ്റർ ഇരിക്കുന്നിടത്ത് നിന്നും എണീറ്റത് മത്തായി ശ്വാസം ഉള്ളിലേക്കെടുത്തു. എന്നിട്ട് തത്ത പറയും പോലെ പറഞ്ഞു, അത് സാർ, അവൾക്ക് തീരെ വയ്യ. പെണ്ണെവിടെയോ പോയി വീണു. അതിനെ തടവിക്കാൻ അമ്മ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതും പറഞ്ഞ് മത്തായി പുറത്തേക്ക് പാഞ്ഞു. കാലമാട് എന്ന് മനസ്സിലായി മൊഴിഞ്ഞുകൊണ്ട് അയാൾ മുന്നിട്ടേക്ക് പോയി. അയാളുടെ വായിൽ നിന്നും കേട്ട വാക്കുകൾ പീറ്ററിൻ്റെ നെഞ്ചിൽ ഒരു കുഞ്ഞു നോവ് അനുഭവപ്പെട്ടു. മാരേജിന് നിന്നപ്പോഴാണ് അറിയുന്നത് വൈഭവിന് ആക്സിഡൻ്റ് ആയി എന്ന്. അപ്പോൾ ഓടി വന്നതാണ് ഇങ്ങോട്ടേക്ക്. പ്രമീള മനസ്സിലായി ഓർത്തു. അല്ല രാമേട്ട, ആ വൈക അവൾ കെട്ടാൻ പോകുന്നതല്ലേ നമ്മുടെ മോനെ. അവൾക്ക് ഇവിടെ വരെ ഒന്ന് വന്നാൽ എന്താ? അവളുടെ വള ഊരിപ്പോകുമോ? ഒന്നുമില്ലല്ലോ. എൻ്റെ പ്രമീളെ, നീ ഒന്ന് നിർത്ത്. ഇതൊരു ഹോസ്പിറ്റലാണ്. അകത്ത് കിടക്കുന്ന നമ്മുടെ മോനും. അവളിപ്പോൾ വീട്ടിലില്ല. അത് കേട്ടതും പ്രമീളയുടെ രക്തം തിളച്ചു. അവൾ എവിടെ പോയി? അത് ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുക. ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാകുന്നു എന്ന് അവൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു.
രാമൻ പറഞ്ഞു. അത് കേട്ടതും പ്രമീളയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. അവൾ രാമനോടായി പറഞ്ഞു, അനുഭവിച്ചോ. അവൾ പഠിച്ച കള്ളിയാ. അവൾ നിങ്ങളെയും ചതിക്കും, എൻ്റെ മോനെയും ചതിക്കും. എൻ്റെ മോൻ, അവന് അവളെന്ന് വെച്ചാൽ ഭ്രാന്താണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ചത്. ഇവരുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് അവർ വെയിറ്റിംഗ് ഹാളിലേക്ക് പോയിരുന്നു. പുറകെ രാമനും അവർക്ക് പിന്നിലായി വെച്ചു പിടിച്ചു.